എ.ബി. രാജിൻ്റെ മറ്റു സിനിമകളിൽ നിന്നും എന്തുകൊണ്ടും വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് പ്രസാദം. ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രം ഒരു ഗാനമാണ്. പുലയനാർ മണിയമ്മ എന്ന് തുടങ്ങുന്ന ഗാനം. സ്മൃതിനാശം എന്ന അവസ്ഥയിൽ പെട്ടുപോയ നായികയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നായകൻ ഉപയോഗിക്കുന്ന ഗാനം ആണ് പുലയനാർ മണിയമ്മ. മ്യൂസിക് തെറാപ്പിയുടെ അനന്ത സാധ്യതയെ തിരിച്ചറിഞ്ഞ ഒരു ഗാനം എന്ന നിലയിലും പുലയനാർ മണിയമ്മ ശ്രദ്ധിക്കപ്പെടുന്നു. പുലയനാർ മണിയമ്മ കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. പുലയനാർ മണിയമ്മ പൂമുള്ള കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ആളിമാരൊത്തുകൂടി ആമ്പൽപ്പു കടവിങ്കൽ ആയില്യത്തൂനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർ മണിയമ്മ പൂമുള്ള കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ഭാസ്കര മാസ്റ്ററുടെ കവിതയുടെ ഏറ്റവും നാടോടി ശൈലികൾ പിന്തുടരുന്നതിൻ്റെ സൗന്ദര്യവും നമ്മൾ ഈ പാട്ടിൽ അനുഭവിക്കുന്നു. മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ചെറുക്കൻ എന്നൊക്കെ ഒരു പക്ഷേ പാട്ടിലെഴുതാൻ ഭാസ്കര മാസ്റ്റർക്ക് മാത്രമേ കഴിയുള്ളൂ. അത്രയും നമ്മുടെ നാടോടിത്തമുള്ള നമ്മുടെ ഫോക്ലോറിൻ്റെ സൗന്ദര്യം കൂടി നമുക്ക് അനുഭവിപ്പിക്കുന്ന പാട്ടുകളാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. സ്വാമിയും ഭാസ്കര മാസ്റ്ററും കൂടി ചേർന്നപ്പോഴൊക്കെയും നമുക്ക് കിട്ടിയിട്ടുള്ള സുന്ദരമായ ഈണങ്ങളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായും പുലയനാർ മണിയമ്മ. ചെറുക്കന്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിന്റെ ലഹരിയിലവൻ മുങ്ങി. അവളുടെ പാട്ടിന്റെ ലഹരിയിലവൻ മുങ്ങി. ഇളം കാറ്റിലിളകുന്ന വല്ലി പോലെ പുലയനാർ മണിയമ്മ പൂമുള്ള കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. എ.ബി. രാജിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ചിരിക്കാനുള്ള ഒരു വകയാണ്. അത് സൂചിപ്പിക്കുന്ന ശീർഷകം തന്നെയാണ് ചിരിക്കുടുക്ക എന്ന സിനിമയ്ക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ പ്രേം നസീറും വിധുബാലയുമാണ്. ഹിന്ദിയിൽ ശങ്കർ ജയകിഷൻ എന്ന സംഗീത ജോഡി ഉണ്ടായതുപോലെ തമിഴിൽ നിന്നും ഒരു ശങ്കർ ഗണേശനെ നമുക്ക് ലഭിക്കുകയുണ്ടായി. ഈ ശങ്കർ ഗണേഷ്മാർ സത്യത്തിൽ MS വിശ്വനാഥൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു. അവർ രണ്ടുപേരും കൂടി വളരെ വർഷം MSVയുടെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് സ്വതന്ത്ര സംഗീത സംവിധായകരായ രണ്ടുപേരും ഈ ശങ്കർ ജയകിഷൻ്റെ പോലെ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചാൽ എന്താണെന്ന് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ സംഗീത സംവിധായകരായി MGRൻ്റെ ഒരു സിനിമയിലൂടെയാണ് തമിഴിലാണ് അവർ അരങ്ങേറുന്നത്. പിന്നീട് മലയാളത്തിൽ ഒത്തിരി സിനിമകൾക്ക് അവർ സംഗീതം നൽകുകയുണ്ടായി. ഈ ചിത്രകന്യക എന്നൊരു ഗാനം ചിരിക്കുടുക്ക എന്ന ചിത്രത്തിൽ വളരെ നല്ല നമുക്ക് കേട്ടുകഴിഞ്ഞാൽ വളരെ പ്ലസൻ്റായിട്ട് തോന്നുന്ന ഒരു ട്യൂണാണ്. ചിറകുകൾ വിടരുന്നു എന്റെ ചിന്തയ്ക്കു ചിറകുകൾ വിടരുന്നു 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 ചിത്രകന്യകേ. നീലസാഗരം തുളുമ്പി നിൽപ്പു നിന്റെ നീൽമിഴിപ്പൂവിൽ. നീലസാഗരം തുളുമ്പി നിൽപ്പു നിന്റെ നീൽമിഴിപ്പൂവിൽ. എന്തു മോഹം എന്തു ദാഹം നിന്നിലലിയാനോ മലേ. എന്തു മോഹം എന്തു ദാഹം നിന്നിലലിയാനോ മലേ ചിത്രകന്യകേ. താളം തെറ്റിയ താരാട്ട് എന്ന സിനിമ ഒരു വലിയ വിജയമായിരുന്നു.
അതിന് പ്രധാനമായ കാരണം അതിലെ താളം തെറ്റിയ താരാട്ട് എന്ന് തുടങ്ങുന്ന ഗാനം തന്നെയാണ്. രവീന്ദ്രൻ്റെ മുദ്ര, രവീന്ദ്ര ശൈലി അഗാധമായിട്ട് പതുങ്ങി കിടക്കുന്ന ഗാനം എന്ന നിലയിൽ ഇത് എന്നും ശ്രദ്ധിക്കപ്പെടും. യേശുദാസ് എന്ന ഗായകൻ്റെ ശബ്ദത്തിൻ്റെ എല്ലാ റേഞ്ചുകളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള സംഗീത സംവിധായകനാണ് രവീന്ദ്രൻ. രവീന്ദ്രൻ മാസ്റ്റർ എ.ബി. രാജൻ്റെ താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിൽ സംഗീത സംവിധായകനായിരുന്നു. ഇതിലും ദാസേട്ടൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള ശബ്ദം നമുക്ക് കാണിച്ചു തരുന്ന പോലെ ഒരു ഗാനം രവീന്ദ്രൻ അണിയിച്ചൊരുക്കുകയുണ്ടായി. താളം തെറ്റിയ താരാട്ട് തലമുറകൾ നുകർന്നിടുന്നു, തളിത്തൊട്ടിലാട്ടിയ സീതാദേവിതൻ താരാട്ടിൻ നീളങ്ങൾ ഇന്നും. സിനിമയെ ഒരു ഉത്സവാനുഭവമാക്കി മാറ്റിയ സംവിധായകനാണ് എ.ബി. രാജ്. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു ജനപ്രിയ സംവിധായകനായിരുന്നു. ജനപ്രിയ സിനിമയുടെ, വാണിജ്യ സിനിമയുടെ എല്ലാ ഘടകങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഭദ്രമായിരുന്നു. പ്രേം നസീറിന് താരമൂല്യം പ്രദാനം ചെയ്യുന്നതിൽ എ.ബി. രാജിൻ്റെ പങ്ക് ചെറുതല്ല. അദ്ദേഹം തിരഞ്ഞെടുത്ത കഥകൾ പിരിമുറുക്കമുള്ളതായിരുന്നു. പക്ഷേ ഈ പിരിമുറുക്കങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടതായ സാമഗ്രികളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. അദ്ദേഹം ട്രാജഡിയെ ഇഷ്ടപ്പെട്ടില്ല, എന്നും ചിരിക്കാൻ ആഗ്രഹിച്ചു, മലയാളിയെ എന്നും ചിരിപ്പിക്കാൻ ആഗ്രഹിച്ചു. മഹാനായ ആ ചലച്ചിത്രകാരന് അഭിനന്ദനം. അഹന്തയിന്നും സിംഹാസനത്തിൽ അർജുനനോ കാട്ടിൽ, അർജുനനോ കാട്ടിൽ, സത്യത്തിനിന്നും സരസയ മാത്രം, സത്യത്തിനിന്നും സരസയ മാത്രം കൃഷ്ണ.